Hi all, good morning. Good Good morning. morning. Good എല്ലാവരും morning. മോർണിംഗ് എല്ലാവരും ഹാപ്പി അല്ലേ? അതെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 5:30 ക്ലബ്ബ് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെയാണ് അതിന്റെ സ്ട്രോങ് പില്ലേഴ്സ് അല്ലേ? ഓക്കെ, എത്ര പേര് കേണൽ ഹാർഡ്ലൻ സാൻഡേഴ്സ് എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ട്? കേണൽ ഹാർഡ്ലൻ സാൻഡേഴ്സിനെ കുറിച്ച് കേട്ടവരുണ്ടോ? ഓഡിയബിൾ അല്ലേ? ഓഡിബിൾ Yes, ആണ്. sir. ഓക്കെ, ഫൈൻ. കേണൽ ഹാർഡ്ലൻ സാൻഡേഴ്സ് കേട്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. പക്ഷെ അയാൾ ഒരു തവണയെങ്കിലും കണ്ടവരുണ്ടാവും. കാണാത്തവര് കുറവായിരിക്കും. എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും അയാളെ കണ്ടിട്ടുണ്ടാവും ഞാൻ കോൺഫിഡന്റോട് കൂടി പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല എന്തായാലും അല്ലെ? KFC കണ്ടിട്ടുണ്ടോ? KFC. ഓക്കെ. ഓക്കെ, KFCയുടെ ആ ഒരു ഫൗണ്ടർ ആണ് സത്യത്തില് ഈ കേണൽ ഹാർഡ്ലൻ സാൻഡേഴ്സ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹം ഒരു ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു ചെറുപ്പത്തില്. അവിടുന്ന് അദ്ദേഹത്തിന് സ്ട്രഗിൾ ആയിരുന്നു, ലൈഫിൽ എപ്പോഴും സ്ട്രഗിൾ മാത്രമായിരുന്നു. ഒരു സംരംഭം തുടങ്ങണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പലതും പല രീതിയിലും അത് ഇങ്ങനെ പാളിപ്പോവാണ്. അങ്ങനെ അവസാനമാണ് അദ്ദേഹം ഒരു രുചിക്കൂട്ട് കണ്ടെത്തുകയാണ്. ആ രുചിക്കൂട്ട് കൊണ്ട് അദ്ദേഹം 2 വർഷം കറങ്ങി. ശരിക്കും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ 2 വർഷങ്ങൾ പല ആളുകളുടെ മുന്നിലേക്കും അദ്ദേഹം പോയപ്പോഴും അവിടുന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഈ രുചിക്കുട്ടി ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാറിലൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. 65-ാം വയസ്സിലാണ് അദ്ദേഹത്തെ അത് സ്വീകരിക്കുന്നത്. എന്താണ് ഈ രുചിക്കൂട്ട് എന്ന് അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ട് ആ KFC എന്ന് പറയുന്ന ചിക്കനെ, ആ ഒരു രുചിക്കൂട്ടിനെ 65-ാം വയസ്സിലാണ് സ്വീകരിക്കുന്നത്. 2 വർഷം അദ്ദേഹം ഓടി. ഇന്ന് 123 രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ജോലിക്കാരുമായിട്ട് ഇന്ന് KFC പോകുന്നു. നിങ്ങൾ കണ്ടിട്ട് KFCയുടെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? KFCയുടെ ലോഗോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? KFC കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് KFCയുടെ ലോഗോ അല്ലെ? ഇന്ന് ലോകമെമ്പാടുള്ള KFCയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് വരുന്നത്. അത് ശരിക്കും അദ്ദേഹത്തിന്റെ വിജയമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂൽ ഫോർ ദ ഫിനിഷ് ലൈൻ. സത്യത്തിൽ എത്രയോ ആളുകള് നമ്മുടെ കാര്യങ്ങൾ സ്വയം എടുത്തു നോക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പോയിന്റ് വരെ, ഫിനിഷിങ് സോൺ വരെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വയം ചിന്തിക്കുക. എത്രയോ ആളുകളുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയില്ലേ, പടിവാതിക്കൽ എത്തുന്ന സമയത്ത് അതിനെ വിട്ടുകൊടുക്കും. സത്യത്തിൽ അത് പിന്നോട്ടടിക്കുന്നത് ഒരിക്കലും ക്ഷീണം സംഭവിച്ചതല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കൂല ഒരിക്കലും അത് നമ്മുടെ പിന്നോട്ടടിച്ചത്. അത് ഒരു ഫ്യൂൽ ഇല്ലായ്മയാണ്. എന്താണ് ആ ഫ്യൂൽ? ആ ഫ്യൂലാണ് നമ്മൾ ഇന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളെ നഷ്ടപ്പെടുത്തിയ കുറെ ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മൾ ലക്ഷ്യങ്ങൾ പടിവാതിക്കൽ എത്തുമ്പോൾ നമ്മൾ വിട്ടുകളഞ്ഞ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങള് അത് നമ്മൾ ആ ഫ്യൂല് ഇല്ലായ്മ നമ്മൾ ഇന്ന് റീഫിൽ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? നമുക്കൊന്ന് റീഫ്യൂൽ ചെയ്ത് നോക്കാം. ലക്ഷ്യം നേടാൻ എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു ടഫസ്റ്റ് ഭാഗം ഏതാണെന്നറിയോ? ലാസ്റ്റ് 10% ആണ് ഏറ്റവും ടഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ആ ടഫസ്റ്റ് ഭാഗമാണ് ഫിനിഷ് ലൈൻ സോൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് 10%, അതുവരെ നമുക്ക് പോകുന്ന ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ഇനി ഏത് ബ്രാൻഡ് തുടങ്ങിയാലും ആദ്യത്തെ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പോകും. അവസാന ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയുടെ നമ്മൾ കരുതുകയാണ്, ഇനി എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് സർക്കിളിൽ പങ്കെടുക്കണം. നമ്മൾ കരുതും നമുക്കൊരു മാറ്റം വേണം, ഒരു മെഡിറ്റേഷൻ വേണം, ഒരു മോട്ടീവായിരിക്കണം എപ്പോഴും. അങ്ങനെ കുറച്ച് ദിവസം പോകും. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും പറയും, ഈ 5:30 ക്ലബിൽ കയറുന്നതിന് പകരം ആ സമയം നമുക്ക് ഉറങ്ങാൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സുഖമായിട്ട് ഉറങ്ങാം അല്ലെ? മനസ്സിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. മനസ്സിന് സുഖമാണ് എപ്പോഴും വേണ്ടത്. മനസ്സിന് സങ്കടങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. അയാൾക്ക് എപ്പോഴും സുഖമാണ് എത്തിക്കൊണ്ടിരിക്കേണ്ടത്.
അപ്പൊ നമ്മുടെ അവസാനത്തെ 10% ആണ് എപ്പോഴും ടഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ഫ്യൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പേർപ്പസ് ആണ്. എന്തിനാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്? അതിനൊടുവിലേക്ക് എത്താൻ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പേർപ്പസ് ഉണ്ടാവണം. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഞാൻ എന്തിനാണ് ഈ യാത്ര തുടങ്ങിയത്? നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ ഇന്ന് നമ്മുടെ കോഴിക്കോടേക്ക് ഒരു യാത്ര പോകണം. നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് കോഴിക്കോടേക്ക് യാത്ര പോവാണ്. നമ്മളൊരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്തു. നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഇവിടുന്ന് കാലിക്കറ്റേക്ക് പോവുക, അവിടെ ഒന്ന് കറങ്ങി വരിക. അതാണ് നമ്മുടെ യാത്ര. മോർണിംഗ് സർക്കിളിന്റെ നമ്മുടെ ടീമൊക്കെ ആയിട്ട്. പക്ഷെ പകുതി എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് തിരിച്ചു പോകാം. സ്വാഭാവികമായിട്ട് അതിലൊരാൾ ചോദിക്കും, ലത്തീഫ് സാറ് ചിലപ്പോൾ ചോദിക്കും, നമ്മുടെ ലക്ഷ്യം നമുക്ക് കോഴിക്കോട് എത്തണ്ടേ? നമ്മുടെ പേർപ്പസ് എന്താണ്? നമ്മൾ ഈ വണ്ടിയൊക്കെ ഉണ്ടാക്കിയത് എന്താണ്? എല്ലാവരും റെഡിയായി വന്നത് എന്തിനാണ്? കാലിക്കറ്റ് എത്താനാണ്. കാലിക്കറ്റ് എത്തിക്കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ തീർന്നാൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്, അല്ലേ? ആ ഫ്യൂൽ അവിടെ ഫില്ല് ചെയ്യാണ് നമ്മൾ. സെക്കൻഡ് വൺ പെർസിസ്റ്റൻസ് ആണ്. ചെറിയ കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ 5:30 AM ക്ലബിൽ നമ്മൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നുണ്ട്, നമ്മളത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങണം. ഫസ്റ്റ് തന്നെ നമ്മൾ മല പോലെ ചെയ്യരുത്. നമ്മൾ എന്ത് കാര്യം ആദ്യം അതിന്റെ വലിയ രൂപത്തിൽ അതിനെ ചെയ്ത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുക, കുറച്ച് എഫേർട്ട് ഇട്ട് തുടങ്ങാം. പിന്നീട് അത് ആ ചെറിയ എഫേർട്ട് ഒന്നും അല്ലാതായി മാറുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് അതിനെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കാം. അങ്ങനെയാണ് പറയുന്നത് പെർസിസ്റ്റൻസ്. ചെറിയ കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. തേർഡ് വൺ പോസിറ്റീവ് പ്രഷർ ആണ്. ഈ പോസിറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഇനി എന്ത് സങ്കടങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും, നിങ്ങൾക്ക് നെഗറ്റീവ് ഉള്ള സൗഹൃദങ്ങൾ ഉണ്ടോ? നെഗറ്റീവ് ഉള്ള സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവരുടെ സൗഹൃദങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക, പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കരുത്. അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ല ഞാനിങ്ങനെ ഇനി മുതൽ എപ്പോഴും ഞാനൊന്ന് ഹെൽത്ത് കോൺഷ്യസ് ആവണമെന്നുണ്ട്, ഇനി ഞാൻ രാവിലെ മുതൽ എപ്പോഴും ജിമ്മിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ല ഞാനൊരു ന്യൂട്രീഷൻ ഫുഡ് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ് ഫ്രണ്ട് എന്താ പറയാ നിങ്ങളോട്? എന്തായിരിക്കും പറയാ? നമുക്കത് വട്ടാണ്, ആകെ ഉള്ളൊരു ലൈഫ്, ഇതിലിനി ജിമ്മിനൊക്കെ പോയി ശരീരമൊക്കെ ഉഷാറാണ്, ആര് കാണാനാണ്? അല്ലെ? അങ്ങനെയല്ലേ ചോദിക്കുക സാധാരണ. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചോദിക്കുക. ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് സെറ്റ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. സ്വാഭാവികമായിട്ട് എന്ത് പറയും? എന്താണ്, വട്ടാണ്, ആര് കാണാനാണ്? അപ്പൊ സ്വാഭാവികം നമുക്ക് ശരിയാണില്ലേ, ആര് കാണാനാണ്, ഒരു കാര്യമില്ല, അതുകൊണ്ട് പോണ്ട. അതാണ് നമ്മുടെ തീരുമാനം. സത്യത്തില് എന്തിനേയും പോസിറ്റീവ് പ്രഷർ കൊടുക്കുക. അഥവാ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പോസിറ്റീവ് കാണാൻ ശ്രമിക്കുക. ഒരു പോസിറ്റീവ് കണ്ട് അതിനൊന്ന് തള്ളിക്കളയുക. തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തള്ളി മറിക്കാനല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിനൊന്ന് തള്ളിക്കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക. സ്മൈൽ ഈസ് ദ കീ ദാറ്റ് ഫസ്റ്റ് ലോക്ക് എവറിബഡീസ് ഹേർട്ട്, അല്ലെ? നമ്മൾ സ്മൈൽ ചെയ്യുക. എന്തിന്? ചിരിച്ചുകൊണ്ട്. നമ്മളൊരു കാര്യത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ട് നോക്കി. നമ്മളൊരു പ്രയാസം വന്നു, നമ്മൾ സങ്കടപ്പെടുന്നതിന് പകരം നമ്മളൊന്ന് ചിരിച്ചു നോക്കിയേ. യെസ്, ഇതും കഴിയും. എപ്പോഴും പകല് തന്നെ ഉണ്ടാവില്ല, രാത്രി ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുന്ന് മാത്രം കണ്ടിട്ടുണ്ടോ, ഹില്ല് മാത്രം കണ്ടിട്ടുണ്ടോ? അതിനൊരു ഇറക്കം ഉണ്ടാവൂലേ? ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉറപ്പാണ്. നമ്മുടെ ലൈഫില്, നമ്മുടെ പ്രശ്നങ്ങളില് ഒരു കയറ്റം ഉണ്ടോ, ഒരു ഇറക്കം ഷുവറാണ്. അത് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് വിജയം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് വൺ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് പ്രഷറാണ്. ഒരു പുഞ്ചിരിയോടെ നമ്മൾ എന്ത് പ്രയാസത്തെയും നമ്മളൊരു പുഞ്ചിരിയോടെ അതിനൊന്ന് തള്ളുക. ആ പ്രയാസത്തെ അങ്ങ് തള്ളി നീക്കുക. ഒരു പ്രഷർ കൊടുക്കുക, പോസിറ്റീവ് പ്രഷർ കൊടുക്കുക. അങ്ങനെ പോസിറ്റീവ് പ്രഷർ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഐഡിയ വരും. നമ്മൾ ഏത് പ്രശ്നത്തിലാണോ കുടുങ്ങിക്കിടക്കുന്നത്, അറ്റ് എ സെക്കൻഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അറ്റ് എ സെക്കൻഡ് ഒരു ഐഡിയ നമുക്ക് കിട്ടും, ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫോർത്ത് വൺ സെൽഫ് മോട്ടിവേഷൻ ആണ്. ഞാൻ തുടങ്ങിയത് ഇവിടെ നിൽക്കാനല്ല. നമ്മളൊരു ജിം സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, എനിക്ക് സൈക്കോളജി പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ട്രെയിനർ ആവണം.
കുറച്ചൊക്കെ നിന്നു. നമ്മളെ ഫൈസൽ സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ നിന്നു. നല്ല ടാസ്കുകളൊക്കെ തരാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നീട് ഫൈസൽ സാർ ടാസ്കിന്റെ ഇങ്ങനെ ഇങ്ങനെ കടുപ്പാക്കുകയാണ്. അല്ലെങ്കിൽ സജന മാം നമ്മൾ ഓരോ ദിവസം വന്ന് മെന്ററിങ് ചെയ്യാണ്, ടാസ്ക് ചെയ്യണം, അത് ചെയ്യണം. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഇത്രയൊന്നും ടാസ്ക് ഞാൻ ഇത്ര കരുതിയിട്ടില്ല ട്ടാ. ഞാൻ കരുതി വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുക. ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈസൽ സാർ പറയും, നിങ്ങൾ ട്രെയിനറായിട്ടാ പോയിക്കോ, ഇനി പോവാ ട്രെയിനറായി, ഇനി ക്ലാസ് എടുക്കാം, ഓരോരുത്തർ പോയി ക്ലാസ് എടുക്കാം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. ഒരു സുപ്രഭാതം നമ്മൾ 2 മാസം വെറുതെ ഇങ്ങനെ ഇരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവോ? നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും ഒരു പൊട്ടത്തരല്ലേ? സത്യത്തില് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുക. എപ്പോഴും നമ്മൾ എപ്പോഴാണോ തളരുന്നത് അപ്പൊ ചിന്തിക്കുക, ഞാൻ സത്യത്തിൽ തുടങ്ങിയത് ഇവിടെ നിൽക്കാനല്ലല്ലോ. എന്റെ ലക്ഷ്യം എന്താണ്? പേഴ്സണലി എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം എന്നാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം. ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഞാൻ അതിന് എവിടെ നിന്നും എനിക്ക് നോളജ് കിട്ടാൻ ശ്രമിക്കും. ഞാൻ അവിടെയൊക്കെ പോയി നോളജ് ശേഖരിക്കും. ഞാൻ തളരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനർ ആവണം. ഞാൻ പലരോടും പറഞ്ഞതാണ്. നാളെ ഞാനിതൊന്നും അല്ലാതെ ഞാൻ നേരെ ഒരു കടയിൽ പോയിട്ട് ഞാനൊരു പഞ്ചസാര ചാക്ക് കെട്ടാനാണ് നിൽക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെന്ത് പറയും? നല്ല ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്, ട്രെയിനർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോട്ടോ ഒക്കെ കണ്ടില്ലേ? എവിടുന്നോ കോട്ടൊക്കെ വാടക വാങ്ങിച്ചിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ നാട്ടിലൊരു കടയിലാണ്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിലാണ്, ഒരു വിവരവും ഇല്ല. ഗൾഫിൽ എവിടെയോ എവിടെയോ വർക്ക് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണം നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും. നമ്മളൊന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ എവിടത്തേക്കാണ്. നമ്മൾ ചെറിയ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവാറില്ലേ? ചില യാത്ര നമ്മൾ പെട്ടെന്ന് ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഒരു ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങും. നമ്മളൊരു യാത്ര പോകാൻ ഇറങ്ങും, ഒരു സോളോ ട്രിപ്പ്, നമ്മുടെ ഒരു ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ എന്തിനാണ് യാത്ര പോയിട്ടുണ്ടാവേണ്ടത്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ജസ്റ്റ് ഒന്ന് നിൽക്കുക, ഞാൻ എന്തിനാണ് യാത്ര പോയത്? എന്റെ സങ്കടങ്ങളെ മറികടക്കാനാണ് ഞാൻ യാത്ര പോകാൻ തീരുമാനിച്ചത്. സോ എനിക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുക, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുക. അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ നിർബന്ധമായിട്ടും നമ്മുടെ അടുത്ത് ഉണ്ടാവണം. നമ്മള് ഫ്യൂല് നിറക്കാൻ ഒരുപാട് മാർഗങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്, അല്ലെ? അതിൽപ്പെട്ട മറ്റൊന്നാണ് ഫ്യൂൽ നിറയ്ക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും ഫ്യൂൽ എന്താണ്, അതിനുശേഷമാണ് നമ്മൾ മാർഗങ്ങൾ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ മൈൻഡ് കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു കാര്യം കേട്ടോ. ഫ്യൂല് നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇത്. ഓക്കെ. 5th വൺ ക്ലിയർ വിഷൻ ആണ്. ക്ലിയർ വിഷൻ, നമുക്കൊരു വിഷൻ, നമ്മുടെ വിഷൻ ക്ലിയർ ആയിരിക്കണം. ഇനി എത്രയാണ് എനിക്ക് പോകാനുള്ളത് എന്ന് ക്ലിയർ ഉണ്ടാവണം. അല്ലാതെ അറ്റമില്ലാത്ത ദുനിയാവിലേക്ക് യാത്ര, അങ്ങനെ പറയില്ല, അറ്റമില്ലാത്ത സാറേ, ദുനിയാവിലേക്ക് യാത്ര വിട്ട്. അല്ലോ സാറേ, 4th വൺ ഒന്ന് പോയിന്റ് മാത്രം പറയാൻ പറ്റുമോ? 4th വൺ സെൽഫ് മോട്ട്. പോസിറ്റീവ് പ്രഷർ 3rd പോയിന്റ് ആയിരുന്നല്ലോ. പിന്നെ ഓക്കെ. 4th. വൺ സെൽഫ് മോട്ടിവേഷൻ. ഓക്കെ, താങ്ക് യു. ഞാൻ തുടങ്ങിയത് ഇവിടെ അല്ല, ഇവിടെ ഇങ്ങനെ ഒരാളാവാനല്ല ഞാൻ തുടങ്ങിയത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി പോയിന്റ് ഒക്കെ ക്ലിയർ ആയി. ഞാനത് സെൽഫ് മോട്ടിവേഷൻ നമ്പർ ഇടാൻ മറന്നു പോയതാ. ഓക്കെ, ഫൈൻ. താങ്ക് 5th വൺ ക്ലിയർ വിഷൻ ആണ്. ഇനി എത്രയാണ്, ഇനി ബാക്കിയുള്ള ദൂരം കുറച്ച് മാത്രമേ എന്ന് ചിന്തിക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മളെ പ്രശ്നം എന്താണെന്നറിയാം, ഇനി ഒരുപാട് ഓടാനുണ്ട്. ഇനി ഞാൻ ചിന്തിക്കപ്പെടുന്ന ഞാൻ യാത്ര ചെയ്യുന്നത്, ഞാൻ ബസ്സിലൊന്നും യാത്ര ചെയ്യാറ്. ഞാൻ എപ്പോഴും എന്റെ വണ്ടിയോട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, എന്റെ കംഫർട്ട് സോൺ അതായതുകൊണ്ട്. അപ്പൊ ഞാൻ ആദ്യം മാപ്പ് നോക്കും. എന്നിട്ട് എനിക്ക് ഇവിടുന്ന് കാലിക്കറ്റിലേക്ക് പോകാൻ ഏകദേശം 100 കിലോമീറ്റർ എബവ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കാസർഗോഡാണ് എൻ്റെ സ്വദേശം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കുക എന്താണ്, 100 കിലോമീറ്ററോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ യാത്ര പോലും നടക്കൂല. ഞാൻ ഏകദേശം ഇവിടുന്ന് ഇറങ്ങി ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ എന്റെ മനസ്സ് പറയും, ഇനിയും 90 ഉണ്ട് കേട്ടാ, ഇനിയും 90 ഉണ്ട്, പോണോ? ഇനിയും ഓടാണ്ട്, റോഡാണ്, ഇനിയും ഓടാണ്ട്, ക്ഷീണം പിടിക്കും. നേരെ വച്ച് ഞാൻ ചിന്തിക്കുക എന്താണെന്നറിയോ, 100 അല്ലേ? അപ്പൊ ഞാൻ കോഴിക്കോട് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്ത് ഞാൻ മാപ്പ് ഇടും. ഞാൻ ഇടാന്ന് എന്താ പറയുക, ഒന്നുകിൽ ഞാൻ കൊച്ചിയിലേക്ക് മാപ്പ് ഇടും. അപ്പൊ ഒരു 300 കിലോമീറ്റർ എനിക്കാണ്. അപ്പൊ ഞാൻ ഒരു 300 കിലോമീറ്റർ കൊച്ചിയിലേക്ക് ഉണ്ടല്ലേ, അപ്പൊ എനിക്ക് കോഴിക്കോടേക്ക് ആകെ 100 കിലോമീറ്ററല്ലേ ഉള്ളൂ. അതില് എന്താ പറയാ, 300 കിലോമീറ്റർ കൊച്ചിയിലേക്ക് ഉണ്ടെങ്കിൽ ശരിക്കും കാലിക്കറ്റിലേക്ക് 100 കിലോമീറ്റർ ഉള്ളു. അപ്പൊ എനിക്ക് എളുപ്പമല്ലേ കാലിക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്?
നമ്മുടെ ദൂരത്തെ കുറച്ച് കാണുക. കാരണം അതിനേക്കാൾ വലുതിനെ ഒന്നിന് ചിന്തിച്ചെടുത്താൽ മതി. സിമ്പിൾ ആണ്. നമ്മൾ എന്തിനാണോ നമ്മൾ പോകുന്നത് അതിനേക്കാളും വലിയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ദൂരം കുറച്ച് കിട്ടും. അതാണ് ക്ലിയർ വിഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6th വൺ പാസ്റ്റ് എഫേർട്സ് എന്നാണ്. നമ്മൾ ഇവിടെ വന്നതിന്റെ വിലയെ കുറിച്ച് അന്വേഷിക്കുക, ഓർക്കുക. ഇപ്പൊ നമ്മൾ ഈ മോർണിംഗ് സർക്കിളിൽ എന്തിനാണ് വന്നത്? നമ്മളിവിടെ എന്തെങ്കിലും ഒരു നോളജ് നമുക്ക് കിട്ടും. നമ്മുടെ ലൈഫിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ഒരു പേടി, മുന്നോട്ട് പോകാൻ, ഹൗ ടു ഓവർകം. നമുക്ക് മുന്നോട്ട് പോകണം. അതെങ്ങനെ പോകും? അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയവരുണ്ടാവും മോർണിംഗ് സർക്കിളിൽ വന്നത് മുതൽ. ശരിക്കും സ്വയം ഒന്ന് മോട്ടിവേറ്റ് ആയ ആളുകൾ ഉണ്ടാവും. ഞാൻ ഇങ്ങനെയൊന്നും അല്ല, യെസ്, ഇതാണ് എന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതാണ് എന്റെ രീതി, ഇതാണ് എന്റെ ബ്രീത്തിങ് ടെക്നിക്ക്. അല്ലേ? ശരിക്കും ബ്രീത്തിങ്ങിനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇവിടെ വന്നതിന്റെ വിലയെ കുറിച്ച് നമ്മൾ കൃത്യമായി, നമ്മൾ ചെയ്യുന്നതിന്റെ പ്ലാറ്റ്ഫോമിന്റെ വിലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. എന്തിനാണ് വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കാലിക്കറ്റ് നമ്മൾ പോയി, വെറുതെ പോയിട്ട് കാര്യമുണ്ടോ? മുമ്പ് ഒരു കഥ പറയാറുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. ഒരാള് തന്റെ ജോലിക്കാരോട് പറഞ്ഞത്രേ, നമുക്കൊന്ന് കോഴിക്കോടേക്ക് പോകണം നാളെ. അങ്ങനെ രാവിലെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിയാകുമ്പോ ഇയാൾ വന്നു. അപ്പൊ പറഞ്ഞു, ഇത്ര ലേറ്റ് ആയിട്ട് വന്നാണ്, നമ്മൾ കോഴിക്കോട് പോകാൻ പറഞ്ഞതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ പറഞ്ഞത്ര, ഞാൻ കോഴിക്കോട് പോയി വന്നല്ലോ. അപ്പൊ ചോദിച്ചത്, അതെന്താ? നിങ്ങളല്ലേ പറഞ്ഞ കോഴിക്കോട് പോകണമെന്ന്? ഞാൻ കോഴിക്കോട് പോയി വന്നു. എന്തിനാ പോയതെന്നും അറിയില്ല, എന്താണ് ആവശ്യമൊന്നും അറിയില്ല, ആർക്ക് വേണ്ടിയാ പോയതെന്നും അറിയില്ല. ഇയാളുടെ മുതലാളി പറഞ്ഞു കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോടേക്ക് പോയി, അത്ര തന്നെ. സത്യത്തിൽ എന്തിനാണ് പോയത് എന്ന് അറിയില്ല. കോഴിക്കോടേക്ക് എത്തിയിട്ട് അയാൾ ചിന്തിച്ച് എന്തായിരിക്കും? അവിടെ വന്നതിന്റെ എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടില്ല. അയാൾ കരുതിയിട്ട് എന്താവും, എന്റെ മുതലാളി പറഞ്ഞു കോഴിക്കോടേക്ക് പോകണമെന്ന് രാവിലെ, ഞാൻ കോഴിക്കോടേക്ക് വന്നു. തിരിച്ച് ബസ് എടുത്ത് അതെ ഐ ആം ഫ്രം കാലിക്കറ്റ്. യെസ്, കാലിക്കറ്റ് തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടൈമും കാലിക്കറ്റ് ഉണ്ടാവാറ്. കാരണം കാലിക്കറ്റ് തന്നെ പെട്ടെന്ന് വരുന്നത് കേട്ടാ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗിവ് അപ്പ് നടക്കുന്ന സമയം കൂടിയാണ്. കാരണം തള്ളു കുറവുണ്ടാവല് ലാസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞില്ല, 10% ടഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ലാസ്റ്റ് 10% ആണ് എല്ലാത്തിനും. പക്ഷെ അതിനകത്ത് തിരക്ക് കുറവായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ലക്ഷ്യം പടിവാതിക്കൽ എത്തുമ്പോൾ അതിനെ വിട്ടുകളയുന്നവരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അതാണ്. അപ്പൊ നമുക്ക് തിരക്ക് കുറവായിരിക്കും. നമ്മൾ 100 പേരാണ് ഉണ്ടെങ്കിൽ 100 പേര് ഒരു മാരത്തോൺ ഓട്ടം നടത്താണ്. 100 പേരും വിജയിച്ച ചരിത്രം ഉണ്ടോ? വിജയിക്കുമോ? കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ബാക്കിലുള്ള ആളുകൾ അല്ലെങ്കിൽ 200 മീറ്റർ ഓടിയിട്ട് എന്താവാണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും ഓട്ടത്തിന്റെ ഒരു ആക്ഷൻ കുറച്ച് ഇങ്ങനെ തുടങ്ങും. പിന്നെ വയ്യാത്ത പോലെ അവിടെ സൈഡിൽ എങ്ങനെ ഇരുന്നിട്ട് സംഘാടകരോട് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കും. അല്ലെ? സത്യത്തിൽ അവസാന ഭാഗം തിരക്ക് കുറവായിരിക്കും. പക്ഷെ നമ്മൾ റീഫ്യൂല് ചെയ്താൽ മാത്രമേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. കാരണം പെയിൻ ഈസ് ടെമ്പററി, ക്വിറ്റിംഗ് ഈസ് ലാസ്റ്റ് ഫോർ എവർ. പെയിൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്, അതെന്തായാലും മാറും, ഉറപ്പാണ്. പെയിൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്, അത് ഉറപ്പായിട്ടും അറ്റ് എ സെക്കൻഡ് അത് മാറിയിരിക്കും. ഇനി നമുക്ക് ഫ്യൂല് നിറക്കാനുള്ള മാർഗങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ, റിമെമ്പർ യുവർ വൈ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലക്ഷ്യത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? അത് നമ്മൾ എപ്പോഴും റിവൈൻഡ് ചെയ്യുക. എന്റെ ലക്ഷ്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. പലർക്കും ഫാമിലി ആയിരിക്കാം. ഞാൻ ഇങ്ങനെ പോയാലാണ് എന്റെ ഫാമിലി എനിക്കൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുക. ചിലപ്പോൾ അവർ വന്ന സാഹചര്യമായിരിക്കാം. അവർ വന്ന സാഹചര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനർ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, എൻ്റെ മെന്ററായിരുന്നു, എന്നെക്കാളും പ്രായമായിരുന്നു. ആള് ഇന്ന് ലോകത്തിലില്ല. ആൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. സത്യത്തിൽ അയാൾ പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നായിരുന്നു എന്നോട് പോയത്. എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു, നീ നല്ലൊരു ട്രെയിനർ ആവണം, കാരണം നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ വിശ്വസിച്ചു, യെസ് ഐ ക്യാൻ, എനിക്ക് പറ്റും. പിന്നീട് അദ്ദേഹം ഒരു ചെറിയൊരു പ്രയാസങ്ങളൊക്കെ വന്ന് ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിച്ചു, യെസ്, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനൊരു വാല്യൂ കൊടുക്കണ്ടേ? ഒരു ട്രെയിനർ ആവണം, ഒരു 5 ക്ലാസ് എങ്കിലും പങ്കെടുക്കണം, 5 ക്ലാസ്സിൽ എനിക്ക് എടുക്കാൻ പറ്റണം എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത്. പിന്നെ ഞാൻ യെസ്, ഇതെന്റെ ഒരു പാഷനാണ്, എനിക്ക് പറ്റുന്നുണ്ടല്ലോ, സംഭവത്തിൽ നല്ല അടിപൊളിയാണ്, കുറച്ച് ആളുകളെ കാണാൻ, സംവദിക്കാം. അപ്പൊ നമ്മുടെ വൈ കണ്ടെത്തുക. ഇതിന് ഈ ലക്ഷ്യത്തിന് പിന്നെ ഒരു കാരണം ഉണ്ടാവും. ഏത് ലക്ഷ്യത്തിന് പിന്നിലാണെങ്കിലും ഒരു കാരണം ഉറപ്പായിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ലക്ഷ്യത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവാറില്ലേ? ഇപ്പോ ലിഫ്ന മാം ഇപ്പൊ നാളെ മുതൽ ജിമ്മിന് പോവാണ്. ലിഫ്ന മാമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആവണം. അതുകൊണ്ടാണ് ആ ലക്ഷ്യം വെച്ചത്.
അതുപോലെ ലത്തീഫ് സാറ് നാളെ മുതൽ വളരെ മനോഹരമായിട്ട് എന്താ പറയാ സംസാരിക്കാൻ പഠിക്കണം. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, എന്നാൽ ഒന്നുകൂടി മനോഹരമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അതുകൊണ്ട് എല്ലാ ട്രെയിനിങ് സെഷനിലും കയറാൻ തുടങ്ങി, എല്ലാ ട്രെയിനിങ് ഫീൽഡും അറ്റൻഡ് ചെയ്യാൻ, ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ മടുത്തിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ആ സമയത്ത് ആ മടുക്കുന്നു തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതിന് പിന്നെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വൈ കണ്ടെത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, സെലിബ്രേറ്റ് ദ സ്മോൾ സ്റ്റെപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെറിയ സ്റ്റെപ്പ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഒരു സമയം, ഈ നിൽക്കുന്ന സമയം ഒരു സങ്കടം ചിലപ്പോൾ ഉണ്ടാവും. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ഞാനിവിടെ സ്റ്റക്കായോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ്, അതുപോലെ തൊട്ട് നെക്സ്റ്റ് മുമ്പത്തെ വീക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കാം. മുമ്പത്തെ വീക്ക് ഇപ്പൊ നിൽക്കുന്നതിനെ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു ഇപ്പൊ ആ കഷ്ടപ്പാട് ഇപ്പൊ ഒരു മധുരമായിരിക്കും. പലപ്പോഴും നമുക്കറിയില്ല, നമ്മുടെ ഒരു 10ാം ക്ലാസ് ജീവിതമൊക്കെ, നമ്മൾ സ്കൂൾ ലൈഫ് ഒരു കഷ്ടപ്പാടല്ലേ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത് അല്ലെ? ലത്തീഫ് സാറൊക്കെ ഹെഡ് മാസ്റ്റർ ആണല്ലേ, റിട്ടയർ പ്രിൻസിപ്പാൾ ആയിരുന്നു. പ്രിൻസിപ്പൾ ആയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ മുമ്പൊക്കെ പ്രിൻസിപ്പൾ ആവുമ്പോഴാണ് ഒരു സുഖം കിട്ടിയതല്ലേ. അതിന് മുമ്പൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി അല്ലെ? എനിക്ക് പേഴ്സണായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചിങ് ആയിരുന്നു ഏറ്റവും സുഖം. പിന്നെ നമ്മൾ നിർബന്ധിതമായിട്ട് പ്രിൻസിപ്പാളുടെ പോസ്റ്റേക്ക് നമ്മൾ ടെൻഷനും സ്ട്രെസ് ഒക്കെ വരിക. നമ്മൾ ഇഷ്ടം ടീച്ചിങ് ആണ്. അതെ അതെ, ടീച്ചിങ് പഠിക്കാൻ എനിക്ക് ഇഷ്ടം. ഓക്കെ. അപ്പൊ സെലിബ്രേറ്റ് ദ സ്മോൾ സ്റ്റെപ്പ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ആഴ്ചയിൽ അപ്പൊ എനിക്ക് ഇതും റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പൊ ഈ സ്റ്റെപ്പും എനിക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. തേർഡ് വൺ, മൂവ് എൻ ഇഞ്ച് ഗ്രോ എ മൈൽ. 1 ഇഞ്ച് മൂവ് ചെയ്യുക. നമ്മൾ എന്ത് പ്രയാസത്തിൽ നിൽക്കുകയാണെങ്കിലും, നമുക്കൊരു ബോഡി വല്ലായ്മ ഉണ്ട്, യെസ്, 1 ഇഞ്ച് അന്ന് മൂവ് ചെയ്യുക. 1 ഇഞ്ച് മൂവ് ചെയ്താൽ മതി. നമ്മൾ ആ 1 ഇഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, ആ റെസ്റ്റ് എടുത്തെടുത്തേ ഉണ്ടാവുള്ളൂ. ഫോർത്ത് വൺ, ക്യാച്ച് ദ ഫയർ, കീപ് ഇറ്റ് ബേണിംഗ്. അഥവാ വിജയിച്ചവരുടെ കഥകൾ കേൾക്കുക എന്നുള്ളതാണ്. അതൊരു മോട്ടീവാണ്. നമുക്ക് പലപ്പോഴും മോട്ടീവാണ്. വിജയിച്ചവരുടെ കഥകൾ കേൾക്കുമ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പണിയെടുക്കണം. അല്ലാതെ പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന എന്താണെന്ന് അറിയോ, എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം, എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവണം, എനിക്ക് നല്ലൊരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ബിസിനസ്മാൻ ആവണം എന്ന് പറഞ്ഞ എന്റെ ലക്ഷ്യവും വെച്ചിട്ട് 4 ചുവരുകളുള്ള റൂമിൽ ഇരുന്നിട്ട് ജനാല അങ്ങ് തുറക്കും. എന്നിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് മറ്റൊരുത്തന്റെ ജീവിതത്തിലേക്ക് നോക്കിയിരിക്കും. ഒരുത്തന്റെ ജീവിതത്തേക്ക് നോക്കിയിരുന്നിട്ട് അവൻ രാവിലെ നല്ല കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട്, അല്ലെങ്കിൽ അവൻ നല്ല കാറൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഇടങ്ങേറുണ്ടാവും. എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് നല്ല ബിസിനസ്മാൻ ആവണം എന്നുണ്ട്, പക്ഷെ ഞാനൊന്നും ആവുന്നില്ലല്ലോ. പണിയെടുക്കാതെ ഒന്നും സംഭവിക്കൂല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ ഒരു വെറൈറ്റി ഫാമർന്നോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഓർക്കും. അദ്ദേഹം മണ്ണെടുത്തിട്ട് പറയുന്ന കാണാം, ഈ മണ്ണിൽ ഇന്നതൊക്കെ വിളയിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ വിത്തിന് ഇത്ര മാസം കൊണ്ട് വിളയിക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാം, മണ്ണിൽ പണിയെടുത്തുകൊണ്ടാണ്. നമ്മൾ ഇറങ്ങണം, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങണം. അതിന്റെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ടഫസ്റ്റ് ഭാഗമായ 10% നമ്മൾ റീഫ്യൂൽ ചെയ്യുക. നമ്മുടെ നമ്മുടെ ഫ്യൂല് കുറയും, 0യിലേക്ക് എത്തും, നമ്മളെ പിന്തിരിപ്പിക്കും, നമ്മളെ പിന്നോട്ടടിപ്പിക്കും. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ റീഫ്യൂൽ ചെയ്യുക. എന്താണ് എന്റെ വൈ? ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എന്താണ് എന്റെ ഇതിന് പിന്നിലെ കാരണം? എന്താണ് എനിക്ക് എന്താവണം? ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ച ആളല്ല, എനിക്ക് എന്താവണം? യെസ്, മുന്നോട്ട് പോകണം. തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കരുത്. നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്ന പാതകൾ മാത്രം നോക്കുക. നമ്മൾ പിന്നോട്ട് നോക്കി തിരിഞ്ഞു നോക്കരുത്. പലപ്പോഴും പറയാറില്ല, തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. നമ്മൾ തിരിയരുത്. നമ്മുടെ ബോഡി ടേൺ ചെയ്ത് തിരിഞ്ഞു പോകരുത്. ആ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചുള്ള വഴികൾ മനോഹരമായിരിക്കും, നമ്മൾ തിരിഞ്ഞു നടക്കും. മറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്ന വഴികൾ എന്തായിരുന്നു എന്ന്. ഇന്ന് ആ വഴികളൊക്കെ കല്ലും മുള്ളുകളൊക്കെ മാറി നിന്ന് മനോഹരമായ പാതയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിൽ കാണുന്ന ഈ വഴികൾ എനിക്ക് മനോഹരമാക്കാൻ വേണ്ടി പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. കാരണം പിന്നോട്ടുള്ള വഴികളൊക്കെ മനോഹരമാക്കിയത് ഞാൻ തന്നെയാണെന്ന്.
നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരുത്തിന്റെ വിജയം യൂട്യൂബിലും മറ്റൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കരുതും നമ്മളൊന്നുമല്ല, സത്യത്തിൽ നമ്മൾ പണിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അതാണ്, പണിയെടുത്തിട്ടില്ല. നമ്മൾ ഇറങ്ങി പണിയെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇന്നടുത്ത സെഷനിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും പോയിന്റ് വൈസ് ആയിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്ക്, സംശയം? സാറേ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ചെറിയ ഡൗട്ട് ആ അല്ല, ഒരു ആ ക്ലാരിഫിക്കേഷൻ. ഓക്കെ ഓക്കെ നമ്മുടെ ചുറ്റിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ. ഓക്കെ നെഗറ്റീവ് എനർജി ആണല്ലോ തന്നോണ്ടിരിക്കുന്നത്. ആ എന്തെങ്കിലും ഒന്ന് തുടങ്ങുമ്പോൾ ഇതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം, ഇനിയിപ്പോ എന്തിനാ പഠിക്കുന്നത്, നിനക്ക് എന്താ തരാറുണ്ടോ, ഭ്രാന്താണോ, ഇങ്ങനെ അതെ അതെ നമ്മളെ എനർജി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ അവരെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൊരു ഡൗട്ട്. അവരെ മാനേജ് ചെയ്യാൻ ഞാൻ അത് നേരത്തെ പറഞ്ഞത്, നമ്മൾ അവരെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് വെക്കുക, പക്ഷെ അവരെ കൂടെയുള്ള ഇരുത്തം, അവരോടുള്ള ഷെയറിങ് ഇല്ലാതാക്കുക. നമ്മള് നമ്മുടെ നോർമൽ 5 കാര്യങ്ങളിൽ ഗോൾ നേടാൻ പറ്റും എന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് പറയാറുണ്ട്, ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ ഈ പ്ലാനുകൾ പറയുക എന്നുള്ളതാണ്. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, അയാൾ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഡ്രീം ഒരാളോട് ഷെയർ ചെയ്തു. അപ്പൊ അയാൾ ചോദിച്ചു, എത്ര നീ ഇതിനെന്തൊക്കെ ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതെ, ഓക്കെ, ശരി. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ, ഇതൊരു റിസ്ക് ആണ്, നല്ലൊരു എമൗണ്ട് ഇറക്കേണ്ട സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾക്കുള്ള ശരിയാണല്ലോ, ഞാൻ കുടുങ്ങുമോ എന്ന് തോന്നി. കൃത്യം 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ വരുന്നത്. ഇയാൾ ആരോടാണോ ഷെയർ ചെയ്ത് അയാളുടെ പോസ്റ്റർ വരുന്നത്, ഇയാൾ പറഞ്ഞ പ്രൊഡക്റ്റ് ലോഞ്ചാണ്. സത്യത്തിൽ ഈ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് 2 ലക്ഷ്യങ്ങളുണ്ടാവും. ഒന്നുകിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അയാൾ ശ്രമിക്കും, നിങ്ങളുടെ ഐഡിയ പക്ഷെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അയാളായിരിക്കും. സെക്കൻഡ് വൺ, ഞാനൊന്നും ആയിട്ടില്ല, ലത്തീഫ് സാർ ഒന്നും ആവരുത്. സോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഒന്ന് മെഡിറ്റേഷൻ എടുത്തിട്ട് നമ്മളെ നെഗറ്റീവ് എനർജി ഒക്കെ ഔട്ട് ചെയ്യുക. സെക്കൻഡ് വൺ, നമ്മൾ അവരോടുള്ള സഹവാസം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ള ആളുകൾ, തന്നുകൊണ്ടിരിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവരോടുള്ള സഹവാസം ഹായ് ബായ് ഉണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കും, ഇപ്പം നമ്മള് അബീന മൻസൂർ മാമിനെ കണ്ടു കഴിഞ്ഞാല് ഹായ് സുഖാണോ, സുഖാണ്. അപ്പൊ എനിക്കറിയാം സെക്കൻഡ് വൺ ആള് പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്നും ആയില്ലല്ലേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഇപ്പോഴും ഇങ്ങനെ ഓൺലൈനിലൊക്കെ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ പോവാണല്ലേ. സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് ചെയ്തു, ഷുഫ്, ഞാനൊക്കെ എന്ത് തോൽവിയാണ്. സ്വാഭാവികമായിട്ടും അബീന മൻസൂർ മാമിനെ കാണുമ്പോൾ നമ്മളെന്ത് പറയാം, ഹായ് എന്താണ്, സുഖമായിരിക്കുന്ന, സുഖാണ്. നെക്സ്റ്റ് എന്തെങ്കിലും വേർഡ് പറയുമ്പോൾ നമ്മൾ പറയാം, കുറച്ച് തിരക്കുണ്ട് കേട്ടോ, വരാം എന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ആവാം. നമ്മൾ സ്കിപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇനി ഇയാളോട് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ഇയാൾ എന്തോ പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, റിയലൈസ് എന്തുകൊണ്ടായിരിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ചില ദുരന്തം പറയുന്ന ആളുകളില്ലേ, പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നീട് അയാൾക്ക് മനസ്സിലാവും. ചില തള്ളി മറിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ലത്തീഫ് സാറെ, ഇങ്ങനെ തള്ളി മറിക്കും. അപ്പൊ പിന്നീട് നമ്മൾ അയാളെ കണ്ട് അയാൾ എന്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഓക്കെ പിന്നെ കാണാം കേട്ടോ ഒന്ന് കൈ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അയാൾക്ക് അറിയാം, ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അവരെ സൗഹൃദം കീപ്പ് ചെയ്യുക, പക്ഷെ അവരുടെ കൂടെയുള്ള സഹവാസം ഒഴിവാക്കുക. അതാണ് ഏറ്റവും ചെയ്യാനുള്ള ഒരു മാർഗം. അതിലൂടെ അവർക്കൊരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ. താങ്ക് യു സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും മോർണിംഗ്. ഞാന് സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാറ് പറഞ്ഞ പോലെ 5:30 പിന്നെ മോർണിംഗ് സർക്കിളില് എന്നും ക്ലാസ് എടുക്കാറുണ്ടെങ്കിലും അതിപ്പോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ശരിക്കും ഒരു മോർണിംഗ് റൊട്ടീന് കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്ന് കിടക്കാൻ തുടങ്ങിയപ്പോ അതൊക്കെ മാറി. അപ്പൊ ശരിക്കും സാറ് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പുറകോട്ടടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാനിത് എന്നും രാവിലെ ഞാനത് ചെയ്യും എന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് എത്തുന്നില്ല. ഇന്ന് ഞാൻ എന്തായാലും ഞാൻ എണീക്കും, അപ്പോ ചെയ്യുമെന്ന് തുടങ്ങി. എന്താ വെച്ചാല് ഇതൊന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്തിരുന്ന സമയം കൃത്യമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച ഒറ്റയടിക്ക് അത് പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് സെക്ഷൻ തുടങ്ങുന്നത് 5:30-5:30ക്കാണ്. ഞാനത് വിചാരിച്ചെങ്കിലും മെഡിറ്റേഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ശരിക്കും ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞ നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്ന കുറച്ച് സൗഹൃദങ്ങള്,
ആരായാലും ഇതൊക്കെ എനിക്കും വന്നൊരു അബദ്ധമാണ്. കാരണം നമ്മൾ ഒരുമിച്ച് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാം ശരിയാകുന്നത് വരെ നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ കൂടെ നിന്ന് പഠിച്ചതിന് ശേഷം സാറ് പറഞ്ഞ പോലെ നമ്മളിലേക്ക് വന്നു. പിന്നീട് നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള തത്രപ്പാട് ചെയ്തു. നമ്മൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ അവര് ഒഴിവാക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. ഇന്ന് അവര് നല്ലൊരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് നിലവിൽ ഒരു ജോലി ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതിലേക്കും വരുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ സാറ് പറഞ്ഞ പോലെ നമ്മളായിട്ട് സൗഹൃദം കൂടാൻ വരുന്നുണ്ടെങ്കിലും ഒരു ഹായ് ബൈ ബന്ധത്തിൽ തുടരുന്നു. ശരിക്കും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് സാർ ഇന്ന് പറഞ്ഞതെങ്കിലും നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ശ്രീരാമൻ പറഞ്ഞതുപോലെ ഇന്ന് ഒരു 10 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ടാവില്ലേ ഇപ്പൊ ഈ സെഷനില്? ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവ് ആൻ ഇഞ്ച് ഗ്രോ എ മൈൽ. ജസ്റ്റ് കയറുക. മെഡിറ്റേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു, ഇന്ന് ജസ്റ്റ് കയറുക, 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. നാളെ 10 മിനിറ്റ് എന്നുള്ളത് ഓൾറെഡി മൈൻഡിലി സെറ്റായി. ഒരു 10 മിനിറ്റ് എങ്കിലും കയറാം എന്നുള്ളൊരു ആ 10 മിനിറ്റ് 15 ആവും, 20 ആവും, അങ്ങനെ കൂടിക്കൂടി വരും. അത് തന്നെയാണ് നമ്മളൊരു ഇഞ്ച് എടുക്കുക. നമ്മൾ ഇനിയിപ്പോ നമുക്ക് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഉണ്ടല്ലോ എന്ന് കരുതുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് കയറുക, എന്നിട്ട് ലീവ് ചെയ്യുക എന്ന് കരുതിയിട്ട് കയറുക. ഒരു സ്റ്റെപ്പ് എടുക്കുക. അത് 5 ആണെങ്കിൽ ഇന്ന് 5 ആണെങ്കിൽ നാളെ 10 ആവും. ഡെഫിനറ്റ്ലി ഫുൾ ടൈം ഇരിക്കുന്ന രൂപത്തിലേക്ക് എത്തും. ഇപ്പോ നമ്മുടെ ഇപ്പം ടൈം കഴിഞ്ഞ് ഏകദേശം 6:07 ആയി. 6:07 വരെ ഇരുന്നില്ലേ? അത് തന്നെയാണ് അതിന്റെ ഒരു എന്താ പറയുക, നമ്മളെ ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. നമ്മളല്ലാണ്ട് വേറൊരാളും നമ്മളെ ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ ഒരാളും വരില്ല. മോട്ടിവേറ്റ് ചെയ്യാൻ ആള് വരും. നമ്മളോട് പറയാം അങ്ങനെ പോരാ ഇങ്ങനെ പോരാ. മോട്ടിവേഷന്റെ ഒരു പ്രശ്നം വരെ കേൾക്കുമ്പോൾ നമുക്കൊരു എനർജി ഒക്കെ തോന്നാം. ഇന്ന് മുതൽ ഞാൻ സെറ്റാണ്, ഇന്ന് മുതൽ ഞാൻ സെറ്റാണ്, അങ്ങനെയൊക്കെ പറയും. പിന്നീട് അത് അങ്ങ് പോകും. അതാണ് ഈ മോട്ടിവേഷന്റെ ഒരു സംഭവം. നമ്മൾ സ്വയം ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആരെങ്കിലും ഉണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു സർ, താങ്ക് യു. ഇന്നത്തേക്കുള്ള Okay, ഫ്യൂവൽ Sajana, thank you. കിട്ടി. Okay, Sajana, ഇന്നത്തേക്കുള്ള thank you, ഫ്യൂവൽ thank you. കിട്ടി. Okay, thank you, thank you. നമുക്കെന്നാല് ലിവ് ചെയ്യാം അല്ലേ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. താങ്ക് യു സർ. ഓക്കെ, ബൈ.